ഉള്ളിൽ കയറിട്ട് സമയമില്ല. അത് നമ്മളെ ഷോപ്പിന്റെ നമ്പർ. ലക്ഷദ്വീപ് ലക്ഷദ്വീപ് കാര്യങ്ങളും സെറ്റാണ്. ടിക്കറ്റ് റെഡിയാണ്. പറക്ക് മാത്രമേ വന്നതല്ല. മറ്റേ രണ്ടെണ്ണം ഫ്ലൈറ്റില് പെട്രോൾ അടിക്കുന്നുണ്ട്. പെട്രോൾ അടിപ്പിക്കാണ് കേസ്. की जाएगी। सुरक्षा की दृष्टि से कृपया सुनिश्चित कर आपकी कुर्सी की पेटी बंदी हुई है, मेज बंद है, कुर्सी सीधी है, खिड़की शटर खुले हैं। इलेक्ट्रॉनिक उपकरणों का प्रयोग विमान संचालन में बाधा पहुंचाता है। आपसे अनुरोध है कि विमान को उड़ान भरने वो സ്മൂത്ത് ലാൻഡിങ്. You're requested to remain seated and refrain from moving your seat lockers until the aircraft has come to a complete halt and the seatbelt signs have been switched off. This aircraft has limited. ചെറിയ ഫ്ലൈറ്റിലാണ് വന്ന. Sir, please. You want to release the passenger as soon as. വീഡിയോ എടുത്തന്നെ കരിയും മോനെ. ചൂടിനൊരു കുറവില്ല. ലേറ്റായി കാണുന്നില്ലേ? ചൂടിനൊരു കുറവില്ല. കേരളം തന്നെ ഇല്ലേ ഉണ്ടാറുണ്ട്. അടിപൊളി അതിൽ കളർ നോക്ക് സെറ്റ്. ഇതാണ് എയർപോർട്ട്. ഇത്രയേ ഉള്ളൂ. അടിപൊളി എയർപോർട്ട്. ലാൻഡ്സ്കേപ്പ് മഞ്ഞെടുക്കടാ അതെടുക്കാം. ചൂടാണ് ഗൈസ്. പേര് യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു മുനാസറ? യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയാണ്. ഇർഫാൻ കൽപ്പേനി.
ഇതിപ്പോ എയർപോർട്ടിലേക്ക് മാത്രമല്ല റോഡ്. എയർപോർട്ടിലേക്ക് മാത്രമേ. അതെ. എത്ര കിലോമീറ്റർ ഉണ്ടാവും ടോട്ടൽ ദ്വീപ്? 8 കിലോമീറ്റർ. ഒരു ദിവസം ഉണ്ടെങ്കിൽ ശരിക്കും ഒന്ന് ഫുഡ് കറങ്ങാം. ബൈക്കല്ലേ? ഇവിടുത്തെ സ്കൂളാ? അടിപൊളി അടിപൊളി. 10 വരെയാ? +2 വരെ. കേരള സിലബസ് തന്നെയല്ലേ? നിങ്ങളെ ലോക്കൽ ലാംഗ്വേജ് പഠിപ്പിക്കുന്നുണ്ടോ? മലയാളം. ഇത് മദ്രസ അല്ലേ? അത് പാടില്ല. ഇല്ല. മദ്രസയിലെ സമസ്തയാ? ഫൈസൽ മൂത്തൻ ജയിക്കുവോ? ഏത് സ്ഥാനാർത്ഥിയുണ്ടോ? അല്ലേ? കോൺഗ്രസിന്റെ. മറ്റേത് NCP അല്ലേ? ഈ റോഡ് വരുന്നല്ലേ? ആ, ലൈറ്റ് ഹൗസ് കാര്യങ്ങളൊക്കെ. ഇവിടെ ഗൂഗിൾ പേ എല്ലാം എങ്ങനെ എല്ലാം ഉണ്ടല്ലേ? ഇന്റർനെറ്റ് എയർടെലിന് മാത്രം? 4G. നമ്മുടെ ജിയോ ആണ്, ജിയോ സിം. ഇവിടെ ക്രൈം റേറ്റ് ഒന്നും ഇല്ലാവുന്നല്ലേ? കളവ് കൊള്ള? അതാ വലിയ കള്ളം ബാക്കിലുണ്ട്, മുത്താറ്. എല്ലാ ദ്വീപിലേക്കും ഒരേ ദൂരാ? ഈ ആന്ധ്രോത്ത് ആ ഏരിയയിലൊക്കെ കുറേ പോകാനുണ്ടോ? 4 മണിക്കൂർ 5 മണിക്കൂർ ഇരിക്കണം ഷിപ്പിൽ. എല്ലാ ദ്വീപിലേക്കും ഇവിടുന്ന് ഷിപ്പുണ്ടോ? അതെ, നമുക്ക് സ്പീഡ് ബോട്ടാണ്. സ്പീഡ് ബോട്ട് ആണെങ്കിൽ ഉണ്ടാവും. എല്ലാ ദിവസവും ഉണ്ടാവില്ല. അങ്ങനെ പള്ളിയല്ലേ? മദർസയാ? എല്ലാ ദ്വീപുകാർക്കും സെയിം കാൻഡിഡേറ്റ് അല്ലേ അല്ലേ? ലക്ഷദ്വീപ്. നിയമസഭാ മണ്ഡലം ഉണ്ടോ? അല്ലല്ലേ? ഇല്ല. ഇവിടെയില്ല. ഇവിടുന്നല്ലേ? ശരത് പവാറിന്റെ ഇതാണ് പാർട്ടി കൂടിയാണ് കണ്ടതൊക്കെ. ഫൈസൽ മൂത്തന്റെ പാർട്ടി വേറെ തന്നെ. ആ, ഇതിപ്പോ ശരത് പവാറിന്റെ ചിഹ്നം ഇതല്ലേ? ഇത് കോളേജ് അല്ലേ? സ്കൂള്. കോളേജൊക്കെ പുറത്താ? അത് അതിന്റെ പിന്നെ ആ ആന്ധ്രോത്ത് അല്ലേ? ഈ ആന്ധ്രോത്തൊക്കെ നല്ല ജനങ്ങൾ താമസിക്കുന്ന സ്ഥലം. പോപ്പുലേഷൻ കൂടുതൽ ഏത് ഭാഗത്ത്? ഏകദേശം കവരത്തി, ആന്ധ്രോത്ത് അങ്ങനെ ഇവിടെ സ്ഥലം അല്ലേ? നമ്മളിപ്പോ താമസിക്കുന്നത് നല്ലൊരു കടലിന്റെ സ്ഥലത്താ. എത്ര
ഗായ്സ്, ലക്ഷദ്വീപിലാണ്. അറൗണ്ട് രാവിലെ 9 മണിക്ക് എറണാകുളത്ത് നിന്ന് ഫ്ലൈറ്റ്. 10 മണിക്ക് എത്തി. 1 മണിക്കൂർ കൊണ്ട് ലക്ഷദ്വീപിലെത്തി. എന്നിട്ട് നമ്മളെ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു ഇവിടെ സാധാരണ ചെയ്യുന്ന. അവൻ്റെ പ്രോപ്പർട്ടിയിൽ താമസിച്ചു. AC റൂം കാര്യങ്ങളൊക്കെ. ചൂടൊക്കെ കേരളത്തിൻ്റെ അത്ര ഇല്ലെങ്കിലും ചൂടാണ്, പ്രശ്നമില്ല. ഇത് അഗത്തി എന്ന് പറഞ്ഞിട്ടുള്ള ദ്വീപാണ്. കുറേ ദ്വീപുണ്ട്. ആന്ധ്രോത്ത്, കവാരത്തി, കൽപ്പാനി, അങ്ങനെ ഡിഫറെൻറ്റ് ദ്വീപുകളുണ്ട്. കുറേ യാത്ര ചെയ്യാനുണ്ട്. സ്പീഡ് ബോട്ടിൽ 5 മണിക്കൂറുണ്ട്, 2.5 മണിക്കൂറുണ്ട്, 3 മണിക്കൂറുണ്ട്, 3.5 മണിക്കൂർ ഓരോ ദ്വീപിലേക്ക്. അങ്ങനെ ഇവിടെ ഇലക്ഷനാണ് 19-ാം തീയതി. കാര്യങ്ങളൊക്കെ അതൊക്കെയാണ് ലക്ഷദ്വീപിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ടൂറിസ്റ്റുകാരൊന്നും ഇല്ല, അങ്ങനെ ആരുമില്ല. ഈ കാണുന്ന റോഡ് മാത്രമാണ് മെയിൻ റോഡ്. പിന്നെ നടന്നുകൊണ്ടിരിക്കുന്ന റോഡ് മുമ്പിലോട്ട് എയർപോർട്ടിലേക്കുള്ളത്. ഇതിൻ്റെ റോഡ് ഉണ്ട്. ഒരു 8 കിലോമീറ്റർ ചുറ്റും, 8 കിലോമീറ്ററേ ഉള്ളൂ ഈ ദ്വീപ് അഗത്തി. അങ്ങനത്തെ കാര്യങ്ങളാണ് വിശേഷങ്ങൾ. സെറ്റ് അടിപൊളി. അങ്ങനെ ഇരിക്കുന്നു. ഇപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കുന്ന കാണാം. ഇതാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. PP മുഹമ്മദ് ഫൈസൽ മൂത്തോൻ ഇവിടുത്തെ കറണ്ട് MP ആണ്. ശരത് പവാറിൻ്റെ പാർട്ടിയാണ്. അദ്ദേഹത്തിന് കോൺഗ്രസിൻ്റെ ഒരു മീൻ കൊണ്ടുവന്നു. കോൺഗ്രസിൻ്റെ ഒരു എതിർ സ്ഥാനാർത്ഥിയും കൂടിയുണ്ട്. ഇത് ഇവിടുത്തെ എലക്ഷൻ്റെ പോളിംഗ് സ്റ്റേഷനാണ്. എലക്ഷൻ. ജർമ്മൻ നൈറ്റ് സ്കൂൾ അകത്തി. മുസ്ലിം മൈനോറിറ്റിയാണ് ഇവിടെ ലോക്കൽസൊക്കെ. പള്ളികളുണ്ട്, സമസ്തൻ്റെ മദ്രസകളുണ്ട്, കേരള സിലബസ് സ്കൂളുകളുണ്ട്, എല്ലാം ഉണ്ട്. കോളേജൊക്കെ വേറെ ദ്വീപിലാണ്. അതൊക്കെയാണ് വിശേഷങ്ങൾ. ഇതാ DYFIൻ്റെ ഓഫീസാണ് അഗത്തി. എൻ്റെ 4 സുഹൃത്തുക്കളുണ്ട്. അവർ മുന്നിൽ നടക്കുന്നുണ്ട്. അതൊക്കെയാണ് അഗത്തിയിലെ വിശേഷങ്ങൾ. എവിടെ ഉണ്ടാവും, ഒരാഴ്ചത്തോളം ഇവിടെ ഉണ്ടാവും കാര്യങ്ങളായിട്ട്. ഇവിടെ ക്രൈം റേറ്റ് ഇല്ല, ജയിലൊക്കെ ക്ലോസ് ആണ്. പിന്നെ ലിക്വർ കാര്യങ്ങൾ, ഡ്രൈ ലാൻഡാണ്, മദ്യപാനവും കാര്യങ്ങൾ അങ്ങനത്തൊന്നുമില്ല. ഇതാണ് അഗത്തിയിലെ ഒരു മെയിൻ, എന്താ പറയുക, നമ്മുടെ നാട്ടിൽ ടൗൺ എന്നൊക്കെ പറയുന്ന പോലെ മെയിൻ ജംഗ്ഷൻ. മീൻ കച്ചവടവും ഹോട്ടലും കാര്യങ്ങളും ഇതൊക്കെ ആയിട്ട് കണ്ടില്ലേ. അങ്ങനത്തെ കാര്യങ്ങളാണ്. അക്യുപഞ്ചർ ഉണ്ട്. ഒരു ട്രീറ്റ്മെൻ്റ് ആണ് അക്യുപഞ്ചർ എന്ന് വെച്ചാൽ. ഹോട്ടൽ അറേബ്യൻ നൈറ്റ് അഗത്തി. അതെ ലൈവല്ല, ബ്ലോഗിങ്. ചായ പറഞ്ഞ എന്തെല്ലാം ഇല്ല. ചായ പറഞ്ഞ ഞാൻ നമ്പർ അയച്ചത്, അതിലേക്കൊന്ന് വിളിച്ചോ. മധുര
ശരി, ഇതൊക്കെയാണ്. ഇത് മീനിന്റെ മീനാണ് ഇതിന്റെ ഉള്ളില്. അത് ഉള്ളി വേണം. എങ്ങനെ നമ്മളെ നാട്ടിലത് ടേസ്റ്റാ? ടയർ പത്തിരിയാണ്. ഇതിന്റെ കൂടെ എന്തെങ്കിലും കഴിക്കാൻ വേണം അല്ലേ? ഗ്രേവി തന്നെ നല്ല രസമാണ്. അതല്ലേ, ഒന്നുമില്ല, നെറ്റ്വർക്ക് ഇല്ല, കാര്യങ്ങളില്ല. അടിപൊളി. നല്ല മനുഷ്യന്മാർ, നല്ല നാട്ടുകാർ, നല്ല നാട്. സാറേ, നമ്മളെ സ്പോൺസർ ഷാപ്പി കേരളത്തിലില്ല. വേറെ കേരളത്തിലല്ലേ, വേറെ ദ്വീപിലാവൻ. ലക്ഷദ്വീപ് പോലീസിന്റെ കളക്ടർ ഓഫീസാണല്ലേ, കളക്ടറേറ്റ് ആണ് അഗത്തി, ഡെപ്യൂട്ടി കളക്ടറുടെ ഓഫീസ്. ഫയർഫോഴ്സ് ഉണ്ട്, BSF ഉണ്ട്. ഇത് മറ്റേ ദ്വീപ്. പഞ്ചായത്ത് ഓഫീസ് ഇതറാ, ലെഫ്റ്റ് സൈഡിലതറാ, ലെഫ്റ്റ് സൈഡിലതാ ബീച്ച്. ഓട്ടോ സ്റ്റാൻഡ്, CIT കാർ. അസ്സലാമു അലൈക്കും. ഇതറാ, ലെഫ്റ്റ്. എടാ ഈല വാ.
ബീച്ചിലെത്തി. ഏത് ഈടെ അങ്ങനത്തെ ഒരു ചൊറയുണ്ടല്ലേ. നമ്മൾ രണ്ടാമത് കണ്ടാള് എന്തായാലും കാണും. ഒരു വട്ടം കണ്ടാളെ ഇത് അടിപൊളി അകത്തിയില്ല. ഇത് അതാ അല്ല ആള് വരുന്നതാ. ഇതെല്ലാം ഇല്ല ഉച്ചക്ക് വന്നിനെങ്കിലില്ലേ അത്ര വോളിബോള് ആ പിള്ളേരോട് വാങ്ങിട്ട് കളിക്കാമല്ലോ. അപ്പുറം ഇപ്പുറം നിന്നിട്ട് അടിപൊളി അല്ലേ. അടിപൊളി സെറ്റപ്പ്, അടിപൊളി പൈപ്പ്. നമുക്ക് സാധനങ്ങൾ ഇറക്കുന്ന നടന്ന് വണ്ടി വരുന്ന ലക്ഷദ്വീപ്. ഹായ് ഗായ്സ്, ബാക്കിൽ കാണാം. ഇതാണ് അഗത്തിയിലൊരു ബീച്ചാണിത്. അടിപൊളി. അവിടെ ഹാർബർ കാര്യങ്ങൾ ആൾക്കാർ വരുന്നുണ്ട്, പോകുന്നുണ്ട്, കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അഗത്തി ദ്വീപിലെ അതിമനോഹരമായ സായാഹ്നമാണിത്. വൈകുന്നേരങ്ങൾ കൂട്ടുകാരോടൊപ്പം. അസ്സലാമു അലൈക്കും. എവിടെ പോയിന്? അവര് മറ്റേ ക്ലിയർ ബോട്ടിൽ പോയാ, ഫ്ലഷ് ബോട്ടിൽ പോയാ? ബംഗാരം ഐലൻഡ്. ബംഗാരം വെള്ളത്തിന്റെ കളർ നോക്ക്. ഡയറക്റ്റ് നല്ല കളറുണ്ട്. നിങ്ങളൊക്കെ ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രായമായവർ ഇരുന്ന് വർത്താനം പറഞ്ഞു. കുട്ടികളൊക്കെ അടിച്ചു പൊളിക്കാണ്. വെള്ളം എല്ലാം നല്ല കളറുണ്ട്. ഇതാണ് അഗത്തി ഇതാണ് അഗത്തി ആകെ. നമ്മളിവിടെ ഇറങ്ങി ഇത്ര ചില സ്ഥലം ഇവിടെ ഇറങ്ങി അങ്ങനെ. എടാ അവിടെ ഇതുണ്ടാ, ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ട്. അതവിടെ ഇതാ റൈറ്റ് സൈഡിൽ അവിടെ ആൾക്കാരതാ കണ്ടില്ലേ? കോസ്റ്റൽ ഗാർഡിന്റെ പോലീസ് വാഹനങ്ങളുണ്ട്. ഇങ്ങനെ ഈ ഏരിയയിലൊക്കെ അടിപൊളി സ്ഥലങ്ങളാണ്. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, വെള്ളത്തിൽ വീണ മുങ്ങിപ്പോവും. നല്ല ആയുണ്ട് കാര്യങ്ങൾ ഇതൊക്കെ ആയിട്ട് അടിപൊളിയാണ്. ഇതാണ് അടിപൊളി. ആമയാ അതെന്തെന്ന്? കൂടെ ശരിയായ വെള്ളം എന്നുണ്ടോന്നറിയില്ല. ഇതാ ആമ വലിയ ആമ. നാട്ടില് 300-500 കൊടുത്ത് കയറേണ്ട ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലാണ്
മുത്താറ് കീന്ന്